രാജകീയമായ ഒരു പടിയിറക്കം ആഗ്രഹിച്ചവർക്ക് മുന്നിൽ നിശബ്ദനായി അദ്ദേഹം നടന്നു നീങ്ങുന്നു. ചില കഥകൾ അങ്ങനെയാണ്, മനോഹരമായി തുടങ്ങും, പക്ഷേ കണ്ണീരോടെ അവസാനിക്കും. കളിക്കാരനായി മൈതാനം ഭരിച്ച രാജാവ് പരിശീലകനായി തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾ കണ്ടത് പുതിയൊരു ചരിത്രമായിരുന്നു. ആ ഗാംഭീര്യവും ആ തന്ത്രങ്ങളും മൈതാന മധ്യത്തെ ആ പഴയ പ്രൊഫസറെ വീണ്ടും ഓർമ്മിപ്പിച്ചു. തുടക്കത്തിലെ ആ 13 വിജയങ്ങൾ വെറുമൊരു കണക്കല്ല, അത് സാബി അലോൺസോ എന്ന തന്ത്രശാലിയുടെ കയ്യൊപ്പായിരുന്നു. ടച്ച് ലൈനിൽ അദ്ദേഹം തന്ത്രങ്ങൾ മെനയുന്നത് ഇനിയും വർഷങ്ങളോളം കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് ഈ വാർത്ത വിശ്വസിക്കാനാവുന്നില്ല. റയൽ മാഡ്രിഡിന്റെ മധ്യനിരയിൽ മാന്ത്രികത തീർത്ത ആ പഴയ പടത്തലവൻ പരിശീലകന്റെ കുപ്പായമഴിച്ച് നിശബ്ദനായി ബെർണാബ്യൂവിന്റെ പടിയിറങ്ങുകയാണ്. അതെ, ചില വേർപിരിയലുകൾ വല്ലാത്തൊരു നോവാണ്. സാബി എന്ന ഇതിഹാസം റയലിന്റെ അമരത്തേക്ക് വീണ്ടും നടന്നു കയറിയപ്പോൾ അത് സ്വപ്നങ്ങളുടെ പുനർജനിയായിരുന്നു. മൈതാന മധ്യത്തെ ആ പഴയ പടനായകൻ ഡഗ്ഔട്ടിൽ സ്യൂട്ട് ധരിച്ച് ഗാംഭീര്യത്തോടെ നിന്നപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു, ഇതാണ് റയലിന്റെ ഭാവി എന്ന്. എന്നാൽ ആ സുവർണ സ്വപ്നങ്ങൾക്ക് ഇത്രയും ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിശ്വസിക്കാൻ മനസ്സ് ഇപ്പോഴും മടിക്കുന്നുണ്ട്. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ ബാഴ്സയോടേറ്റ ആ 3-2 തോൽവിക്ക് പിന്നാലെ വെറും 7 മാസത്തെ ഇടവേളയിൽ സാബി പടിയിറങ്ങുമ്പോൾ ഫുട്ബോൾ ലോകം തന്നെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. 2028 വരെ കരാറുണ്ടായിരുന്നിട്ടും പാതി വഴിയിൽ ആ യാത്ര മുറിഞ്ഞുപോയി. ബെയർ ലെവർകുസനിലെ വിസ്മയ പ്രകടനത്തിന് ശേഷം റയലിന്റെ മണ്ണിൽ തന്ത്രങ്ങൾ മെനയാനെത്തിയ പ്രിയപ്പെട്ട സാബി ആദ്യ 14 മത്സരങ്ങളിൽ 13 വിജയങ്ങൾ കൊയ്തപ്പോൾ ഞങ്ങൾ കണ്ടത് മറ്റൊരു സുവർണ കാലഘട്ടമായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായ പരിക്കുകളും താരങ്ങളുടെ ഫോമില്ലായ്മയും വില്ലനായി എത്തി. വിനീഷ്യസ് ജൂനിയർ അടക്കമുള്ളവരുമായുള്ള ബന്ധം വഷളായതും ലാലിഗയിൽ ബാഴ്സയേക്കാൾ 4 പോയിന്റ് പിന്നിലായതും ആ ഇതിഹാസത്തിനുമേൽ സമ്മർദ്ദമേറ്റു. ഒടുവിൽ സൂപ്പർ കപ്പിലെ ആ വീഴ്ച ആ വിടവാങ്ങലിന് അന്തിമ കാരണമായി. പക്ഷേ സാബി, ഒരു തോൽവി കൊണ്ട് അളക്കാവുന്നതല്ല നിങ്ങളുടെ ഗാംഭീര്യം. വിജയത്തിന്റെ നെറുകയിൽ നിന്ന് കിരീടങ്ങൾ വാനിലുയർത്തി ആരാധകരുടെ ആർപ്പുവിളികൾക്കിടയിലൂടെ യാത്രയാകേണ്ട പ്രിയപ്പെട്ട പ്രൊഫസർ ഇങ്ങനെ നിശബ്ദനായി പടിയിറങ്ങുന്നത് ഏതൊരു ആരാധകനും താങ്ങാനാവില്ല. ഇങ്ങനെയായിരുന്നില്ല നിങ്ങൾ മടങ്ങേണ്ടിയിരുന്നത്. തോറ്റത് നിങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാൻ കഴിയാതെ പോയ സാഹചര്യങ്ങളാണ്. അൽവാരോ അർബെലോവ പുതിയ പടനായകനായി വരുമ്പോൾ ബെർണാബ്യൂവിന്റെ പുൽനാമ്പുകൾ പോലും സാബിയിൽ ഇരയും. തന്ത്രങ്ങൾ പിഴച്ചിട്ടുണ്ടാകാം, വിജയങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാകാം, പക്ഷെ സാബി എന്ന ഇതിഹാസത്തെ സ്നേഹിക്കുന്ന ഒരു ആരാധകനും നിങ്ങളെ കുറ്റപ്പെടുത്താനാകില്ല. കാരണം കിരീടങ്ങൾക്കുമപ്പുറം നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. ആ വെളുത്ത കൂടാരത്തിൽ നിങ്ങൾ പകുത്തു നൽകിയ സ്വപ്നങ്ങൾക്ക് ആയുസ് കുറവായിരിക്കാം, പക്ഷെ ആ ഓർമ്മകൾക്ക് മരണമില്ല. സിംഹാസനങ്ങൾ മാറിയേക്കാം, പുതിയ പടനായകന്മാർ വന്നേക്കാം, പക്ഷേ സാബി, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ബാക്കി വെച്ച ആ മാന്ത്രികതയ്ക്ക് പകരക്കാരില്ല.